അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. രണ്ടിലൊന്നും അതെ, അറിഞ്ഞില്ല എന്റെ കൈ. അതിലൊന്ന് സാറിപ്പോ അറിഞ്ഞല്ലോ. അതെ, 1-2 ആഴ്ചയായിട്ട് അവന്മാർ ഇവിടുത്തെ താമസക്കാരാ. ഏതോ കോടീശ്വരന്മാരുടെ മക്കളോ മറ്റോ ആണ്. എന്ന് വെച്ച് നമുക്കിതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്നും അല്ലെങ്കിലും സാർ ഒരു ബെൻസ് കാറിൽ വന്നിറങ്ങിയ ആളല്ലേ? BMW വേറെ ഉണ്ട്. ഇല്ല സാർ, VW ഉണ്ട്. കാറിന്റെ കേസ് അല്ല പറഞ്ഞത്. ഈ പ്രശ്നം നമ്മൾ ഒരിക്കലും വെറുതെ വിടുന്നില്ല. അത് ഈ പാണ്ടി മുളകിന്റെ കഴുകി കളയരുത്. 2-1 അറിഞ്ഞിട്ടേ കഴുകാവൂ, അല്ലേ? ശരി, വരൂ. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എത്രയോ കുടുംബങ്ങളെ ഞാൻ ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ഞാൻ ചതഞ്ഞു പോകും. അതെ, സംഗതി എല്ലാം ഞാൻ അവിടെ എരപ്പിച്ച് പറഞ്ഞോളാം. പിന്നെ എന്നെ മുറി കാണിക്കാൻ വിളിച്ചോണ്ട് വന്നു മാത്രമേ അവിടെ പറയാവൂ. ശരി, വന്നാട്ടെ. പിടിവിടുന്നില്ലേ? ഓ, അതെ, പിടിവിട്ടാലേ ഇതിനകത്ത് കയറാൻ പറ്റൂ. മിണ്ടാതെ ചെല്ല്. ഇത് വാതിലും കൂടെ മറിക്കുമല്ലോ. വെൽക്കം, പ്ലീസ് ബി സീറ്റഡ്. ഇവിടെ വേറെ ആരും ഇല്ല. ഞാൻ മുറി കാണിക്കാൻ കൊണ്ടുവന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന്. മനസ്സിലായി. ആ ഗാർഡൻ റെസ്റ്റോറന്റ് കേട്ട ബഹളമല്ലേ? ഞാൻ ശ്രദ്ധിച്ചു. ഇദ്ദേഹം തെക്കും ഭാഗത്തെ ഏറ്റവും വലിയ കശുവണ്ടിയാ. സോറി, തെറ്റിപ്പോയതാ. നീറ്റിലൊക്കെ പോയെന്ന് തോന്നുന്നു. മീൻകറി എടുത്ത് ദേഹത്തൊഴിച്ച് അതിന്റെ നീറ്റലിന്റെ കാര്യം അവൻ പറഞ്ഞതാ. സാരദാ, ഇവിടേക്ക് ഒഴിച്ചു. എന്താ നിങ്ങളുടെ കംപ്ലൈന്റ്? ഇവർ രണ്ടുപേരും കൂടെ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഇദ്ദേഹം പറയട്ടെ. ആ തല്ലിപ്പുള്ളികളെ ഈ കരിമീനെടുത്ത് തന്നെ പോക്കറ്റ് ഇട്ട് തന്നതാ. അവന്മാര് വലിയ പ്രശ്നക്കാരാ സാർ. അവരാരാണെന്ന് മാനേജർക്ക് അറിയാവോ? അവര് അതിസമർത്ഥരായ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ്. അവര് 3 പേരും കൂടി ചേർന്ന് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ എന്തോ ഒരു വലിയ സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാൻ എനിക്കിപ്പോ അറിയത്തില്ല. ലോകപ്രസിദ്ധമായ ഒരു ബഹുരാഷ്ട്ര കമ്പനി അവരെ 3 പേരെയും സ്പോൺസർ ചെയ്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ പീരീഡിൽ അവർക്കിഷ്ടമുള്ള എവിടെയും പോയി താമസിക്കാം, എന്ത് സുഖം വേണേലും അനുഭവിക്കാം. എല്ലാം കമ്പനിയുടെ ഏർപ്പാടാ. ഇനി അവന്മാരെ ചുറ്റിപ്പറ്റി നടക്കാം. ഇവിടെ തന്നെ ഇപ്പോ വലിയ എമൗണ്ട് തന്നിട്ടാ താമസിക്കുന്നത്. ഞങ്ങളുടെ എ ഗ്രേഡ് കസ്റ്റമേഴ്സാ. ഇത്രയൊക്കെയാണ് തൽക്കാലം എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. എന്തായാലും മിടുക്കന്മാരാ 3 പേരും. പക്ഷെ ചൂടന്മാരാ, എന്തും കാണിച്ചു കളയും. ഞാൻ എന്ത് പറയാനാ? പോരെങ്കിൽ ആദായമുള്ള കസ്റ്റമേഴ്സ്. ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ട പിള്ളേരല്ലേ, അവരെ കുറിച്ചുള്ള പരാതികൾ ഇവിടെ ഒരു പതിവായിരിക്കും. അവർക്കെതിരെ എന്ത് തരം നടപടി എടുക്കണമെന്നാ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അവർക്ക് ഇരയായത് നിങ്ങളാ. പിള്ളേരല്ലോ, അതെ, ഞങ്ങൾക്ക് വേണ്ട അതൊന്നുമല്ല. വലിയ ഏതോ പണക്കാരുടെ മക്കളാ ആ പയ്യന്മാരെന്ന് കേട്ടു. കേട്ടപ്പോ മുതലേ അതിലൊരുത്തനെ ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ആലോചിച്ചാലോ എന്ന് ഇവൾക്കൊരു മോഹം. ഒരു മോഹം മാത്രം. ആ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. അഡ്രസ് അല്ലേ? അതൊക്കെ ഞാനങ്ങ് എത്തിച്ചോളാം. എനിക്ക് ഇത്തിരി ജോലി തിരക്കുണ്ട്. അത് മതി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോളാം. അതെ, ആ ഫോട്ടോ ഞാനെല്ലാം പറഞ്ഞായിരുന്നു സാർ. നിങ്ങൾ ആ കംപ്ലൈന്റ് ഒന്നും ബലപ്പിക്കാത്തതെന്താ? മീൻകറിയൊക്കെ ദേഹത്ത് വീണോണ്ട് കുഴപ്പമുണ്ടോ? നമ്മൾ കഴിക്കണല്ലോ. ഇതൊന്നും കഴുകിയാ പോകത്തില്ലയോ? അത് ശരി. ശരിയാ, ഞാൻ നമുക്കൊരു പുതിയ സാരി വാങ്ങിച്ചു കൊടുത്തോളാം. അതെ, അതിൽ നിന്നൊരു പയ്യനുമായിട്ട് എന്റെ മകൾക്കൊരു കല്യാണ ആലോചന ശരിയാക്കി തരണം. ഞാൻ അതിലൊരെണ്ണത്തിന് തപ്പി. അതെ, ഈ കംപ്ലൈന്റ് കല്യാണാലോചനയിൽ കലാശിച്ച സ്ഥിതിക്ക് ഈ കരിമീൻ ഫ്രൈ അങ്ങ് കളഞ്ഞൂടെ? ഇത് ഞാൻ അത്താഴത്തിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. നീ തിരിച്ചു വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഒരു സ്പിരിറ്റില്ലായ്മ. പോയി വീട്ടുകാരെ കണ്ട എന്റെ സെന്റിമെന്റ്സ് ആണോടാ? ഹേയ്, യാത്രാ ക്ഷീണായിരിക്കും. ഇവനെന്തോ മറക്കുന്നു. എന്തു മറക്കാൻ? നിന്റെ വീട്ടിൽ പോയി നിന്റെ ഉമ്മയെ കണ്ടു. വേണ്ട വേണ്ട, അതൊന്നും പറയണ്ട. എടാ, നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
ഞാൻ പറയുന്നു നിന്നോടല്ല പറഞ്ഞ വേണ്ടെന്ന്. എനിക്ക് വേണ്ട. ആട്ടെ, നിനക്ക് കേൾക്കണോ? നിന്റെ വല്യമ്മച്ചിക്ക് അസുഖം കൂടി, ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ ആശ്വാസമുണ്ട്. നീ ആരുടെയും വീട്ടുകാരിയൊന്നും പറഞ്ഞിക്കണ്ട. ഞങ്ങൾക്കറിയണ്ടാവുന്നല്ല. നീ വഴിയിൽ എത്ര പിള്ളേരെ കണ്ടു? അതിലെത്ര എണ്ണം സൈസായിരുന്നു? യവനൊരു പെണ്ണിന്റെ മണമുണ്ട്. ഏതോ പെണ്ണിന്റെ കൂടെ കറങ്ങായിരുന്നു ഉറപ്പാ. ഏത് പെണ്ണ്? എടാ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? പെണ്ണ് പെണ്ണ്. ആ കണ്ടു, വഴിയിൽ ഒത്തിരി പെണ്ണുങ്ങളെ കണ്ടു. അത് മതി, അത് പറഞ്ഞാ മതി. ഓരോന്നോരോന്നായിട്ട് പറയണം. ഒരുമാതിരി എലുമ്പത്തി പെൺപിള്ളേരെ കുറിച്ച് വർണ്ണിച്ചേക്കണം. ആ നീ വഴി കൊണ്ടതിൽ വെച്ച് ഏറ്റവും മതാലസായ പെണ്ണിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഓരോന്നോരോന്നായിട്ട് ഇനിയും പറയണം. അതെ, ഒരു ഇച്ചിരി ശരീരക്കൊഴുപ്പും കാര്യവും വീര്യവും ഒക്കെ വേണം. ഇതിനാണോ ഇവിടെ കിടന്ന് ഈ പരമദ്രോഹം എല്ലാം കാണിച്ചു കൂട്ടിയത്? എന്നോട് ഇങ്ങനെ കാണിച്ച പോരെ? തരമുള്ള പെമ്പിള്ളാരുടെ പരേഡ് ഞാൻ ഇവിടെ നടത്തി തരില്ലേ? കണ്ട കണ്ട, ഇതിൽ നാടൻ ചമ്മന്തി മുതൽ ഇന്റർനാഷണൽ ഡിഷ് വരെ അവൈലബിൾ ആണ്. വേണ്ട ഡിഷ് ടിക്ക് ചെയ്ത് ഇങ്ങ് തന്നാ മതി. സംഭവം രാത്രി തന്നെ ഇങ്ങ് എത്തും. ഭാഷ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാ മതി. നോക്ക്, ഇത് ചൈനീസ് സൂപ്പർ നോവ, പക്ഷെ റേറ്റ് കൂടും. എടാ ഇത് കൊള്ളാമല്ലോ. ആ അത് കൊള്ളാം. കൊള്ളാം. അപ്പോ ഇത് മതി, ഫിക്സ്. ഏറ്റു എന്റെ പൊന്നുദയമ ചേച്ചി, കൊള്ളാവുന്ന ഒരു പെണ്ണിന്റെ പടം കാണിച്ച് ഞാൻ ഒപ്പിച്ചെടുത്തതാ. എനിക്ക് പേര് ദോഷം ഉണ്ടാക്കരുത്. രൂപത്തിലെ കുറവ് ഭാവത്തിലങ്ങ് മാറ്റണം. അതെന്താടാ എന്നെ കാണാൻ മോശം? ആര് പറഞ്ഞു? ചേച്ചിയെ ഐശ്വര്യ റായും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ദേ, ആ കാണുന്നതാണ് മുറി. അതെ, ഉള്ള രീതിയിലൊന്ന് പൊലിപ്പിച്ചെടുത്തേക്കണം. ചെല്ലേ. അത് ഞാൻ ഏറ്റുന്നേ. ദൈവമേ, കൊളാകാതിരുന്നാ മതിയായിരുന്നു.